ആഴങ്ങളിൽ ഓരോ തീരത്തു നിന്നും പ്രതീക്ഷയോടെ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, സാഹസികമായ കടലിലെ ജീവിതം, കടൽ അനുഭവങ്ങളിലൂടെയുള്ള ജീവിതയാത്ര, ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ ഇത് ജോസ് ആന്റണി, കൊല്ലം ജില്ലയിലെ നീണ്ടകര സ്വദേശിയാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ മത്സ്യബന്ധനത്തിന് പോയ ഇദ്ദേഹം നിരവധി അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സു തുറക്കുകയാണ് ജോസ് ആന്റണി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ് ആന്റണി. ഞാൻ കൊല്ലം ജില്ലയിൽ നീണ്ടകര താമസിക്കുന്നു. കഴിഞ്ഞ 32 വർഷമായിട്ട് മത്സ്യബന്ധനം ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളിങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഏകദേശം സ്കൂൾ പഠനകാലത്തെന്ന് പറയുന്നത് അമ്മയും അപ്പനുമായിട്ട് അത്ര സുരക്ഷിതയിലല്ലായിരുന്നു. അങ്ങനെ ഫാദർ ഞങ്ങളെ നോക്കുകയും കാണുകയൊന്നും ചെയ്യാത്തൊരവസ്ഥയിൽ അമ്മയുടെ അധ്വാനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും വളർന്നത്. എനിക്കൊരു ചേട്ടനുണ്ട്, പുള്ളിയുടെ പേര് ജോയാണി എന്നാണ്. പുള്ളി ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പുള്ളിക്ക് 3 മക്കൾ, എനിക്ക് 3 മക്കൾ. ഞാൻ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തൊരു വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ ചെറുപ്പകാലം ഓർഫനേജിലൊക്കെ ആയിരുന്നു. 5, 6, 7 സ്റ്റാൻഡേർഡ് വരെ പുനലൂർ സെൻറ്റ് കൊരേറ്റി GSS എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് തിരിച്ച് വീട്ടിൽ വരികയും പിന്നെ തുടർന്നുള്ള പഠനം പോകാൻ പറ്റിയില്ല. അങ്ങനെ പഠനം നിർത്തി അപ്പൻ്റെ കൂടെ ആദ്യമായിട്ട് ബോട്ടിൽ പോകാനായിട്ട് അപ്പം പോകുന്ന ബോട്ടിൽ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെയാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കടലിൽ പോകുന്നത്. കടലിൽ പോയി അന്ന് ഒരുപാട് ഛർദ്ദിക്കുകയും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ ബോട്ടിൽ പോയ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബോട്ടായിരുന്നു, പുള്ളിയായിരുന്നു സ്രാങ്ക്. അപ്പം അപ്പൻ കൂടെ ഉള്ളതുകൊണ്ട്, അപ്പൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഏതാണ്ട് നമ്മുടെ വീട്ടിലെ അനുഭവം പോലെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഈ കാറ്റും മാരിയൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പേടിച്ച് നിൽക്കുകയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പം വന്ന് തടയുകയും സംസാരിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാനുള്ളതുകൊണ്ട് അവർ സാധാരണ എടുക്കുന്ന അത്രയും പണി എടുക്കാതെ നേരത്തെ വന്ന് ഓടി വന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. ആഴിയിൻ ആഴങ്ങളിൽ പിന്നെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാൻ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോവുകയും പള്ളിയിലെ എല്ലാ കൂദാശ അനുസരിച്ചാണ് ഞങ്ങൾ വളർന്നു വന്നതും ജീവിച്ചതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. ദൈവത്തിൽ വിശ്വാസത്തിൽ അർപ്പിച്ചാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ദിനം പ്രതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള വിശ്വാസം ഉണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളും സമ്പത്തോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് അവരെ ജീവിച്ച് കണ്ടുപോകേണ്ട രീതിയിലുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളെല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ മുടങ്ങാതെ പോവുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പണ്ട് ഞാൻ ആദ്യകാലത്ത് പോകുന്ന സമയത്ത് ഫിഷിംഗ് ബോട്ടിലെ കാര്യം പറയാം. നമുക്ക് കൂടുതലും അനുഭവമുള്ള ഫിഷിംഗ് ബോട്ടിലാണ്. ഫിഷിംഗ് ബോട്ടിൽ വെളുപ്പിലെ ഞങ്ങളൊരു 4 മണിയോടുകൂടി പണിക്ക് പോകാനായിട്ട് എല്ലാവരും കൂടെ വന്ന് ബോട്ടിൽ കയറി കഴിയുമ്പോൾ സ്രാങ്ക് ദൈവത്തിൻ്റെ തിരുകേത പടവോ ഈശോയുടെ ഏതെങ്കിലും പടവോ അതിൻ്റെ മുമ്പിൽ മെഴുതിരി ചന്ദനത്തിരി എല്ലാം കത്തിച്ച് സ്രാങ്ക് പ്രാർത്ഥിക്കുമ്പോൾ ബോട്ടിലുള്ള അന്ന് 5 പേര് 6 പേരൊക്കെയാണ് ഒരു ബോട്ടിലുള്ള തൊഴിലാളികൾ. ചെറിയ ബോട്ടായിരുന്നു. അപ്പോൾ 6 പേരോട് ഒരുമിച്ചിരുന്ന് സ്രാങ്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരുമിച്ച് ദൈവത്തിൽ ആ പ്രാർത്ഥന അർപ്പിച്ചതിന് ശേഷമാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കടലിലോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു അനുഗ്രഹവും അവർക്കുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് പോകുന്നത്. പക്ഷേ ഇപ്പം ഈ അടുത്ത കാലങ്ങളിലൊന്നും അങ്ങനെയുള്ള
സ്രാങ്ക് വിശ്വാസിയാണെങ്കിൽ സ്രാങ്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷേ ബാക്കിയുള്ളവരാരും ഇപ്പോൾ കൂടുതലും ഈ അന്യ സംസ്ഥാന തൊഴിലാളിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ആ ഒരു പൈതൃകവും പ്രാർത്ഥനയൊന്നും ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ബോട്ടുകളിലില്ല. പിന്നെ വിശ്വാസമുള്ള ഞങ്ങളെപ്പോലുള്ളവർ പോകുന്ന ബോട്ടുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്ഥിരമുള്ള തൊഴിലാളികളെ അവർക്കറിയാം. അവരന്നേരം സൈലൻ്റായിട്ട് അവർ ചെയ്യുന്ന പണി നിർത്തിക്കൊണ്ട് ഒരു നിമിഷം ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന. അപ്പോൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ പിന്നെ സ്രാങ്കായിട്ടാണ് പോകുന്നത്. സ്രാങ്ക് ഫിഷിംഗ് ബോട്ടിലെ സ്രാങ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്നെ അതിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഉണ്ടായ സമയത്ത് അതിൻ്റെ അദ്ദേഹങ്ങൾ കടലിൽ പോകേണ്ടതായിരുന്നു. എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അന്ന് ബോട്ടിന് ചെറിയ റിപ്പയർ ഉണ്ടാവുകയും അന്ന് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ കമ്പനി ബോട്ടെല്ലാം അന്ന് കടലിലായിരുന്നു. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പാടുപെട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം, ഇവിടുന്ന് ഒരു 10-30 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീൽ ബോഡി ബോട്ടാണ്, പഴയ ബോട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ കള്ളിക്കകത്ത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, കള്ളിയിൽ ഇറങ്ങുന്നു കയറുന്നു. ഞാനീ വീലോസിനകത്താണ് മറ്റേ നിയന്ത്രണം മൊത്തം, GPS, എക്കോ സൗണ്ട്, വയർലെസ് ഈ സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ പിന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ വീലോസിലാണ് നമുക്ക് സ്രാങ്കിൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഡ്രൈവർ കള്ളിയിൽ 3-4 പ്രാവശ്യം കയറി ഇറങ്ങി ചെയ്യുന്നതുകൊണ്ട് ഡ്രൈവറെ വിളിച്ച് ചോദിച്ചപ്പോൾ വെള്ളം അമിതമായി വരുന്നെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനത് കള്ളിയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ഷീറ്റ് പൊത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വല വലിച്ചുകൊണ്ടിരിക്കുന്ന ട്രോളി ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ആ വലിച്ചുകൊണ്ടിരിക്കുന്ന വല മൊത്തം നമുക്ക് ബോട്ടിൽ കയറ്റിയിട്ട് മാത്രമേ നമുക്ക് കൂടി വരാൻ പറ്റത്തുള്ളൂ. അതും ഈ പറഞ്ഞ 32 നോട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് 4 മണിക്കൂറോളം ബോട്ട് ഓടണം അവിടുന്ന്. അപ്പോൾ അങ്ങനെ ടെൻഷനായി. സാധാരണ ഒരുമാതിരിപ്പെട്ട കടലോ കാറ്റോ മറ്റ് തിരമാലകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം പറയാണ്, ഞാൻ സ്ട്രോങ് ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് എനിക്കങ്ങനെ വലിയ ടെൻഷൻ തോന്നിയിട്ടില്ല. പിന്നെ ഈ നമ്മുടെ നീണ്ടകര അഴിമുഖം എന്ന് പറയുന്നത് പിന്നെ പണ്ട് മുതലേ അവിടെ ഇച്ചിരി തിരമാലകൾ പെട്ട് ബോട്ടുകൾ താരുന്ന സംഭവം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മയുള്ളതാണ്. ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അതെപ്പോഴും അല്ല, ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. ആ മാസങ്ങളിലെന്ന് പറഞ്ഞാൽ തെക്കുന്ന് കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അറബിക്കടലിന് പ്രത്യേക ഒരു രീതിയുണ്ട്. കടൽ പെട്ടെന്ന് ഭയങ്കരമായ തിരമാലകൾ നമ്മൾ സിനിമയിൽ കാണുന്ന കണക്കുള്ള രീതിയിൽ കടലിൻ്റെ രൂപവും ഭാവവും മാറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബോട്ട് ഓടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് എല്ലാ സ്രാങ്കന്മാർക്കും ഇച്ചിരി ടെൻഷനുള്ളതാണ്. അതൊഴിച്ച് ബാക്കി പ്രകൃതിക്ഷോഭവും കാര്യങ്ങളൊക്കെ ആകപ്പെട്ടപ്പോഴൊന്നും എനിക്ക് അത്ര ഭയമായിട്ട് തോന്നിയിട്ടില്ല. ടെൻഷനുണ്ട്, പക്ഷേ നമുക്ക് തീരത്ത് ഓടി കയറാമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ ബോട്ട് സ്ട്രോങ് ആണ്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഡീസലും നമുക്ക് എഞ്ചിനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തീരത്ത് ബോട്ട് ഓട്ടിച്ച് കയറ്റാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഭയം തോന്നിയിട്ടില്ല, പക്ഷേ ടെൻഷൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് വെള്ളം കയറി അത് ബോട്ട് താന്ന് നമ്മൾ അവിടെ തന്നെ തീരാനും രക്ഷാപ്രവർത്തനത്തിനാരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്നൊരവസ്ഥയാണ് അന്നേരം നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും അന്നേരം തന്നെ ഞാൻ കൂടുതൽ ടെൻഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാതെ വല എടുക്കാൻ പറഞ്ഞ് സാധാരണ എടുക്കുന്നതൊക്കെ തന്നെ ഇച്ചിരി സ്പീഡ് വെച്ച് എടുത്ത് ഇത്രയും പെട്ടെന്ന് തന്നെ വല ഞങ്ങൾ കയറ്റിക്കൊണ്ട് അത് സീമോവിൽ ഉണ്ടായിരുന്നു ബോട്ടിൽ. സീമോവിലിനകത്ത് ഞാൻ മറ്റുള്ള ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഒരു 10-15 നോട്ടിക്കൽ അപ്പുറത്ത് ഒരുപാട് ബോട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞാൻ വിവരം പറഞ്ഞ്. പിന്നെ ഞങ്ങളുടെ വേറൊരു സുഹൃത്ത് കരയിലുണ്ടായിരുന്നു. കരയിലെന്ന് പറഞ്ഞാൽ തീരത്ത് നിന്നൊരു 15-20 നോട്ടിക്കലും അതിൽ അവിടെ നിന്ന് ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിയോട് ഞാൻ വിവരം പറഞ്ഞ് നിങ്ങളുടെ സംഭവമാണ്, ഞങ്ങൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കയറുന്ന വെള്ളം അത് കണക്ക് തന്നെ നമ്മൾ പിന്നെ അടിച്ച് പമ്പിനകത്തൂടെ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ പമ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് അപകടം ഉറപ്പാണ്. എന്തായാലും ദൈവത്തിനോട് ആ നിമിഷത്തിലൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന് നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം അവിടെ പ്രവർത്തിച്ചായിട്ട് പല ജീവിതത്തിലെ പല അനുഭവങ്ങളിലും കടലിൽ വെച്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നും ദൈവം തന്നെ പ്രവർത്തിച്ചാണെന്ന് എൻ്റെ വിശ്വാസം. എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞ 4 മണിക്കൂർ ആ പമ്പ് പ്രവർത്തിച്ച് ആ വെള്ളം അതേണക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് അത് ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ കരയ്ക്ക് വന്ന് ചേരാനുള്ളൊരു സംഭവം ഉണ്ടായി. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അനുഭവപ്പെട്ട ദൈവത്തിൻ്റെ ഇടപെടലിൽ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ ഡ്രൈവറെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുകൊണ്ടാണ് പുള്ളി അത് 3-4 പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങും ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനുള്ള കാര്യം. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ പിന്നെ സമയത്തിനനുസരിച്ച് അത് പിന്നെ പ്രവർത്തിച്ച് ഞങ്ങൾ വരാനുള്ളൊരു സാഹചര്യം. അത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്.
പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പണ്ടത്തെ രീതിക്ക് മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് തൊഴിലാളികളിൽ വന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ നമുക്ക് വിശ്വാസത്തിനകത്ത് ഒരു കുറവോ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെപ്പോലുള്ള മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാവരും തീർത്തും ഇപ്പോഴും ദൈവവിശ്വാസത്തിൽ തന്നെയാണ് അവർ പോവുകയും വരികയും അവർ ജീവിക്കുന്നതും അവരുടെ ജീവിതം മുഴുവൻ കർത്താവിൽ സമർപ്പിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഓരോ ദിവസവും കടലിൽ പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. കടലിൽ മത്സ്യബന്ധനം നടത്തുമ്പോഴും ഓരോ വലയിട്ട് വലിക്കുമ്പോഴും ദൈവമേ വലയിൽ ഞങ്ങൾക്ക് അരി മേടിക്കാനായിട്ട് എന്തെങ്കിലും കയറി കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടുതൽ സമയവും നമ്മൾ ഈ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുഴുകിയാണ് നമ്മൾ വിലസിയിരുന്ന് ആ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ദൈവം എപ്പോഴും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിച്ചിങ്ങനെ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ. അപ്പോൾ അതിന് ഓരോ ഞായറാഴ്ചയും ഞങ്ങൾ പ്രത്യേകം പള്ളിയിൽ പോയി മുഴുവൻ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അന്ന് ഞായറാഴ്ച ദിവസം ഞങ്ങൾ മുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ചെറുപ്പം മുതൽ രാവിലെ 7 മണിക്കാണ് ഇവിടെ നീണ്ടകര പള്ളിയിൽ ഞങ്ങളുടെ കുർബാന ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ വന്ന് ആരോ കഴിച്ചിട്ട് പിന്നെ ബോട്ടിലെടുത്ത് പോയി എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ അന്നത്തെ ദിവസം വിശ്രമമാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഇടവകയിൽ പുതിയ റോൾഡൻ ജേക്കബ് എന്ന് പറയുന്ന അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നതിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. വെളുപ്പിലെ 5:30 ഒരു കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ ആ കുർബാന തുടങ്ങിയതിന് ശേഷം മുടങ്ങാതെ എല്ലാ ഞായറാഴ്ച ആ കുർബാനയ്ക്കാണ് പോകാൻ ശ്രമിക്കുന്നത്. കാരണം രാവിലെ 5:30 പോയി കഴിഞ്ഞാൽ 7 മണിക്ക് മുമ്പേ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫ്രീ ആയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ഞായറാഴ്ച ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ആത്മീയമായൊരു അനുഭവം, നമുക്കൊരു സമാധാനവും അന്നത്തെ ദിവസം നമുക്ക് കർത്താവിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യവും സമാധാനവും നമുക്ക് രാവിലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ മക്കളെ വളർത്തി. മക്കൾ 3 പേരും പിന്നെ മൂത്താൾ ഇപ്പം BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ BCom ഫൈനൽ ഇയർ. മൂന്നാമത്തെ ആൾ +1. ആദ്യത്തത് മോള്, രണ്ടാമത്തത് മോൻ, മൂന്നാമത്തത് മോള്. അപ്പോൾ അങ്ങനെ 3 പേരും നല്ല രീതിയിൽ എന്നെ പോലെ തന്നെ പള്ളിയിൽ കൂടെ വരികയും പള്ളിയിലെ കാര്യങ്ങൾ തന്നെ മൂത്താൾ കാറ്റിസം ടീച്ചറൊക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ സമയമില്ലാത്തതിൻ്റെ പേര് ഒന്നും പോകുന്നില്ല. ഭാര്യയുടെ പേര് വിക്ടോറിയ എന്നാണ്. അപ്പം എല്ലാവരെയും കൂട്ടി എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും കൊന്തവടിയും ബൈബിൾ വായനയും എല്ലാം ഭാര്യയുടെ മുഖ്യ ഇടപെടലിലൂടെയാണ് പ്രാർത്ഥന വീട്ടിൽ. ഞാൻ സന്ധ്യയായി കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ മത്സരകളികളാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയമുണ്ടെങ്കിലിരിക്കും, കൂടുതലും സമയം ഉണ്ടാകാറില്ല. ഫുഡും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഉള്ള സമയത്ത് നമ്മൾ പിന്നെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് കൊന്തപടി നിർബന്ധമാണ്. ഒരു കാരണവശാലും മുടക്കാറില്ല. പിന്നെ എന്തെങ്കിലും എങ്ങോട്ടേലും പോകേണ്ട മറ്റ് അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പഠിക്കാൻ പോകുന്നു. ബാക്കി എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കൊന്തപടി ഉള്ളതാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം ദൈവം തരുന്നെന്ന് വിശ്വസിക്കുന്നു. വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 30 പെൺകുട്ടികളെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. പല കാരണങ്ങൾ കൊണ്ടും നടക്കാതെ പോയി. ഇത് എൻ്റെ 32ാമത്തെ പെണ്ണ് കാണലായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ എൻ്റെ വൈഫിനെ പെണ്ണ് കാണാൻ പോകുന്ന ദിവസം അന്ന് ഏകദേശം ഞാൻ മനസ്സിൽ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒരു ഏകദേശം ധാരണ ഉണ്ടായിരുന്ന ആലേനെ കൊണ്ടുവന്നപ്പോൾ പെൺകുട്ടിയുടെ പിന്നെ രൂപവും ആ ഭാവവും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടമായിട്ട് തന്നെ പോയത്. ഇത് ഉറപ്പിക്കുക എന്നുള്ള മട്ടിൽ തന്നെ ഞാൻ ഇവിടുന്ന് പോയത്. അങ്ങനെ തന്നെ അവിടെ ചെന്ന് ചായ ഇട്ട് തരികയും കുടിക്കുകയും സംസാരിക്കുകയും കണ്ട് ഇഷ്ടപ്പെടുകയും പിന്നെ എൻ്റെ മൂത്ത അളിയൻ ഫ്രാൻസിസ് ആണെന്ന പേര്, അമ്പിളി എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ അയാൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അവിടെ. ഞങ്ങളുടെ ഇടവയുടെ അടുത്താണ് ഒരു കൂട്ടുകാരെല്ലാം അവിടെ കൂടുന്നതെന്ന് 20 ബ്രദേഴ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ അവരെ തന്നെ ഞങ്ങൾ പെണ്ണ് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അളിയനാണെന്നുള്ള രീതി തന്നെ അതെല്ലാവരും പരിചയപ്പെടുത്തി. ഞാനും അങ്ങനെ വേറെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യങ്ങളും അതിനകത്തുണ്ടായില്ല. അങ്ങനെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് ആ കല്യാണം നടന്നത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് 3 മക്കളുണ്ട്. മൂത്ത ആൾ ഇപ്പം ഏകദേശം 2 ആഴ്ചയായുള്ളൂ. ജർമ്മനിയിലാണ് BSc നേഴ്സിങ്ങിന് പോയേക്കുന്നത്.
മകൾ വലിയ കുഴപ്പമില്ലാതെ അവിടെ നിന്ന് പഠിക്കുന്നു. പിന്നെ 2 പേര് നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ BCom, മറ്റേയാൾ +1. ദൈവാനുഗ്രഹത്താൽ ഭാര്യ ഹൗസ് വൈഫാണ്. ഇതുവരെ മറ്റ് ജോലിക്കൊന്നും വിട്ടിട്ടില്ല. പിന്നെ വിട്ടിട്ടില്ലെന്നല്ല, തൊഴിലുറപ്പ്, പിന്നെ അംഗനവാടി, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഹൗസ് വൈഫാണ്. വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുള്ളിക്കാരിയാണ് ചെയ്യുന്നത്. ഇപ്പം മോനായാലും ഞാനായാലും എന്തായാലും എവിടെയെങ്കിലും പോകണമെങ്കിൽ, വസ്ത്രം വേണമെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ വേണമെങ്കിലും എല്ലാം പുള്ളിക്കാരിയുടെ കയ്യിലാണ് ഫുൾ കൺട്രോളും കാര്യങ്ങളും. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് പോകുന്നു ഞങ്ങൾ. സാമ്പത്തികമായിട്ട് പിന്നെ വലിയ ഇതൊന്നും പറയാനായിട്ടില്ല. എങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു ബോട്ടുണ്ട്. മോള് ജർമ്മനി പഠിക്കുന്നു. പിന്നെ ഞാനും അത്യാവശ്യം ജോലിയിലേക്കൊക്കെ പോകുന്നു. എങ്കിലും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. പിന്നെ എൻ്റെ മത്സ്യബന്ധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ സ്ട്രാങ്കായിട്ട് പോകുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 9-10 പേര് പോകുന്ന വലിയ ബോട്ടിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ 10 പേരുടെയും ബോട്ടിലെ മുഴുവൻ ഉത്തരവാദിത്വവും സ്ട്രാങ്കിൻ്റെയാണ്. അതോടൊപ്പം മറ്റുള്ള ഡ്രൈവറുണ്ട്, മറ്റുള്ള തൊഴിലാളികളുണ്ട്. എങ്കിലും മെയിനായിട്ട് സ്ട്രാങ്കാണ്. അപ്പം നമ്മളുടെ ഭാഗത്തു നിന്നൊരു പാളിച്ച ഉണ്ടായാൽ മൊത്തത്തിൽ പാളിച്ചയായി പോകും. അപ്പോൾ അത് ആ ഒരു കാര്യം ഉൾക്കൊണ്ടിട്ട് പണിക്ക് പോകുന്നതിന് മുമ്പായിട്ട് പിന്നെ വൈഫ് വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ചിട്ടാണ് ഞങ്ങൾ പണിക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം പോകുന്നിടത്ത് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഞങ്ങളുടെ കടലിലായാലും എവിടെ ആയാലും ഞങ്ങൾ പോയി വീട്ടിൽ തിരിച്ച് വരുന്നിടം വരെ ആ ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഇതുവരെ. ഇപ്പോൾ ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള വിശ്വാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ജോലി മത്സ്യബന്ധനമാണല്ലോ. മത്സ്യബന്ധനം എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ഒരുപാട് പിന്നെ സമുദ്രത്തിൽ മത്സ്യങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടുകയും അതുകൊണ്ടൊന്നും നമ്മൾ വിറ്റ് നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ നമ്മൾ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ എന്ന് പറയുന്നത് കടൽ സമ്പത്ത് വളരെ കുറഞ്ഞ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പല ദിവസവും പോയി ഡീസൽ കടമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുടുംബം മൊത്തത്തിൽ സാമ്പത്തിക അടിത്തറ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പോൾ ഈ അവസ്ഥയിലെല്ലാം നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച അങ്ങനെ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് 2 ടേൺ പോയി മോശമാണെങ്കിലും 3-ാമത്തെ ടേൺ പോകുമ്പോൾ നമുക്ക് ദൈവം അതുകൂടെ കണക്കാക്കി തരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ മക്കളെ പഠിപ്പിച്ചതും പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് ദൈവത്തിൻ്റെ ഏറ്റവും ഒരു പ്രവൃത്തി എൻ്റെ ഇടപെടലുണ്ടായെന്ന് എനിക്ക് മനസ്സിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഇപ്പോഴും. മൂത്ത മോള് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് BSc നഴ്സിംഗ് പോകണമെന്നതിനടുത്ത് പറഞ്ഞ്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് തിരക്കിയപ്പോഴത്തേക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും പിന്നെ സാമ്പത്തിക ബാധ്യത കൂടുമെന്നുള്ളത് കൊണ്ടും അതിന് വിടാനായിട്ട് അതിനെ കൊണ്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്ത മോള് BSc നഴ്സിംഗ് 3 വർഷം കഴിഞ്ഞ് വരുമ്പോൾ വിവാഹപ്രായമാവും. പിന്നെ വിവാഹത്തിനുള്ള സമ്പത്ത് കണ്ടെത്തണം. അതുമാത്രമല്ല ഇളയ ഒരു പെൺകുട്ടിയോടുണ്ട്. മോളുടെ കാര്യം കൂടെ നോക്കണം. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കന്ന് മോളെ BSc നഴ്സിംഗ് വിടാൻ പറ്റിയില്ല. അങ്ങനെയാണ് പിന്നെ ഡിഗ്രിക്ക് വിട്ടത്. അപ്പോൾ ഡിഗ്രി എൻ്റെ മോള് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും മോള് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് BSc നഴ്സിംഗ് എന്നെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ അവിടെ പോയി അവർ പഠിപ്പിക്കുമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തിരക്കിയപ്പോഴത്തേക്ക് സാമ്പത്തിക ചിലവുണ്ട്. അന്ന് ഒരു 4-5 ലക്ഷം രൂപ ആകത്തോളം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം മോള് പോയപ്പോൾ ഏകദേശം 8 ലക്ഷം രൂപയോളമായി മൊത്തം ചിലവും മറ്റ് കാര്യങ്ങളും, വിസയ പ്രോസസ്സും ടിക്കറ്റും ഡ്രസ്സും എല്ലാം കൂടെ കണക്കൂട്ടുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല, മോളും പ്രതീക്ഷിച്ചല്ല. മോളിങ്ങനെ ഇപ്പോൾ അവിടെ ജർമ്മനിയിലെത്തുമെന്ന്. അപ്പോൾ അവിടെ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിലേറ്റവും പിന്നെ നമ്മളെ വിശ്വാസത്തിൻ്റെ ആ ഒരു പിന്നെ കാഠിന്യത്തിൻ്റെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നെന്ന് പറഞ്ഞാൽ, മോടെ വിസയുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ 45 ദിവസമായിരുന്നു പറഞ്ഞത്. പക്ഷേ 45 ദിവസം കഴിഞ്ഞിട്ട് മോടെ വിസ വന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് മോടെ ക്ലാസ് തുടങ്ങി. അപ്പോൾ ക്ലാസ്സിന് പോകാനും പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ വളരെ സങ്കടകരമായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തെ അങ്ങേയറ്റം ആണ്. ആ സമയത്ത് പിന്നെ മോളും അമ്മയും കൂടെ അവരുടെ അമ്മയുടെ അമ്മയും എല്ലാവരും കൂടെ പിന്നെ കൃപാസനത്തിൽ പോയി മാതാവായിട്ട് അവിടെ ഉടമ്പടി എടുക്കുകയും. അപ്പോൾ അതിനുശേഷം എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ കടലിലൊക്കെ ആയിരുന്നു എൻ്റെ പേര്. എങ്കിലും ഞാൻ കര വരുമ്പോഴും കടലിലായാലും 24 മണിക്കൂറും ഈ ഒരു പ്രാർത്ഥന തന്നെ ആയിരുന്നു. അങ്ങനെ ആ ഒരു
ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന 2 മാസം കഴിഞ്ഞ് ഏതാണ്ട് 62ാമത്തെ ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് വിളിച്ച് പറയുന്നത്, അമ്മ പപ്പ വിസ വന്നെന്ന് പോസ്റ്റ് വാങ്ങി കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇടപെടലായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നി. പിന്നെ ദൈവത്തിൻ്റെ ഒരു ദൈവവിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതീവ വിശ്വാസമാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് കടലിൽ പോയിക്കൊണ്ട് വരുന്ന ദിവസം ഭയങ്കര പ്രക്ഷുബ്ധമായ കടലായിരുന്നു. അന്ന് ഞാൻ പോയ ബോട്ട് ഓടി, അത് വളരെ അപകടകരമായിട്ട് തന്നെ താന്നു പോകുന്ന രീതിയിൽ തന്നെ. അപ്പോൾ ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടി ആ സമയത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ നിന്ന് ശബ്ദം ഉണ്ടായി. അപ്പോൾ ആ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ബോട്ട് ഒരു കുഴപ്പമില്ലാതെ നേരെ നിന്ന് ഓടുന്നതാണ് ഞാൻ കണ്ടത്. സ്റ്റിയറിങ് ഓട്ടിച്ചത് ഞാൻ തന്നെയാണ്, പക്ഷേ ഞാൻ അറിയാതെ തന്നെ എൻ്റെ വായിൽ നിന്ന് ദൈവമേ എന്നൊരു വിളി ആ അവസ്ഥയിലുണ്ടായി. അപ്പോൾ അത് ദൈവം അന്നേരം അവിടെ പ്രവർത്തിച്ചെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത്രയും ജീവിതത്തിനിടയ്ക്ക് ഓർമ്മയ കാലം മുതൽ ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഇടപെടലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആഴങ്ങളിൽ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മയ കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ദൈവത്തിൽ അർപ്പിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാത്ത പൂർണ്ണ ആരോഗ്യനായിട്ട് ഈ 52ാമത്തെ വയസ്സിലും എനിക്ക് മറ്റ് അസുഖങ്ങളൊന്നും പറയത്തക്കായിട്ടില്ല. മാത്രമല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സും ആ ഒരു സംതൃപ്തി ദൈവം തരുന്നതാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോഴും.